ആലപ്പുഴയിൽ 2 കോടിയുടെ ഹൈബ്രിഡ് കഞ്ചാവ് പിടിച്ച കേസിൽ അറസ്റ്റിലായ സുൽത്താൻ അക്ബർ അലിയെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും. നേരത്തെ കഞ്ചാവുമായി പിടിയിലായ തസ്ലീമ സുൽത്താനയുടെ ഭർത്താവാണ് സുൽത്താൻ അക്ബർ അലി. മലേഷ്യയിൽ നിന്ന് ഹൈബ്രിഡ് കഞ്ചാവ് എത്തിച്ചത് ഇയാളാണെന്ന് എക്സൈസ് കണ്ടെത്തിയിരുന്നു. വിവരങ്ങളുമായി നിഷ ദിലീപ് ചേരുന്നുണ്ട്. നിഷ, ആലപ്പുഴയിൽ നിന്നും 2 കോടി രൂപയുടെ ഹൈബ്രിഡ് കഞ്ചാവാണ് പോലീസ് നേരത്തെ പിടിച്ചെടുത്തത്. ഈ കേസിൽ അറസ്റ്റിലായ സുൽത്താൻ അക്ബർ അലിയെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും. നേരത്തെ ഇയാളുടെ ഭാര്യ തസ്ലീമ സുൽത്താനയുടെ അറസ്റ്റ് നേരത്തെ രേഖപ്പെടുത്തിയിരുന്നു. ഒപ്പം ഈ കേസുമായി ബന്ധപ്പെട്ട സിനിമാ മേഖലയിലുള്ളവർക്ക് ബന്ധം അതും നേരത്തെ തന്നെ അന്വേഷണ സംഘം കണ്ടെത്തിയതാണ്. എന്തായാലും ഇപ്പോൾ ഇയാളെ കോടതിയിൽ ഹാജരാക്കുന്നുണ്ടല്ലേ? ശേഷമായിരിക്കും ഇന്നലെ എക്സൈസ് സംഘം തമിഴ്നാട്ടിലെ എണ്ണൂരിൽ നിന്നും പിടിച്ച സുൽത്താൻ അക്ബർ അലിയെ ആലപ്പുഴയിൽ എത്തിക്കുന്നത്. ഇയാളെ ഇന്നലെ മെട്രോപൊളിറ്റൻ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കി ട്രാൻസിറ്റ് വാറന്റ് വാങ്ങിയിട്ടാണ് ആലപ്പുഴയിലേക്ക് കൊണ്ടുവരുന്നത്. 5 മണിക്ക് മുമ്പായി ആലപ്പുഴ കോടതിയിൽ സുൽത്താൻ അക്ബർ അലിയെ ഹാജരാക്കുമെന്നാണ് എക്സൈസ് അറിയിച്ചിട്ടുള്ളത്. ഇന്നലെയാണ് തമിഴ്നാട് ആന്ധ്ര അതിർത്തി പ്രദേശമായ എണ്ണൂരിൽ നിന്ന് സാഹസികമായി എക്സൈസ് സംഘം തസ്ലീമ സുൽത്താനയുടെ ഭർത്താവായ സുൽത്താൻ അക്ബർ അലിയെ പിടികൂടുന്നത്. ഇയാൾ തായ്ലൻഡിലേക്ക് കടക്കാൻ ശ്രമിക്കുന്നതിനിടെയായിരുന്നു എക്സൈസിന്റെ നീക്കം. എന്തായാലും ഇയാളെ ആലപ്പുഴയിൽ എത്തിക്കും. കാരണം ആലപ്പുഴയിൽ നിന്നാണ് ഹൈബ്രിഡ് കഞ്ചാവ് പിടിച്ചത്. ആലപ്പുഴ ഓമനപ്പുഴയിലേക്ക് ഹൈബ്രിഡ് കഞ്ചാവ് കൊണ്ടുവരുന്ന വഴിയാണ് തസ്ലീമ സുൽത്താനയും കൂട്ടാളിയും എക്സൈസിന്റെ പിടിയിലാകുന്നത്. 2 കോടി രൂപ വില വരുന്ന ഹൈബ്രിഡ് കഞ്ചാവായിരുന്നു ആലപ്പുഴയിലേക്ക് കൊണ്ടുവന്നത്. ഇതിൽ തസ്ലീമ സുൽത്താനയ്ക്കൊപ്പം അന്ന് ആലപ്പുഴയിൽ ഈ സുൽത്താൻ അക്ബർ അലിയും എത്തിയിരുന്നു. പക്ഷെ ആദ്യം ഈ തസ്ലീമ സുൽത്താനയുടെ മൊഴി പ്രകാരം ഇയാൾക്ക് യാതൊരു ബന്ധവും ഈ ലഹരിക്കടത്തുമായി ഇല്ല എന്ന് പറഞ്ഞതുകൊണ്ട് ആദ്യം ഇയാളെ വിട്ടയച്ചു. പക്ഷെ എന്നാലും ഇയാൾ എക്സൈസിന്റെ നിരീക്ഷണത്തിലായിരുന്നു. ഇയാളുടെ ഫോൺ വിളികളടക്കം എക്സൈസ് സംഘം പരിശോധിക്കുകയായിരുന്നു. തുടർന്ന് ഈ തസ്ലീമ സുൽത്താന പിടിയിലായി. അതിനുശേഷം പെട്ടെന്ന് തന്നെ ഇയാളുടെ ഫോൺ സ്വിച്ച് ഓഫ് ആവുകയും പിന്നീട് ഇയാൾ മക്കളെ ബന്ധുവീട്ടിലാക്കി, അതായത് ഇയാൾ നിരീക്ഷണത്തിലാണ് എന്ന് മനസ്സിലായതോടുകൂടി മക്കളെ ബന്ധുവീട്ടിലാക്കി ഇയാൾ എണ്ണൂരിലേക്ക് പോയി. എണ്ണൂർ എന്ന് പറയുന്ന ഒരു തുറമുഖ പ്രദേശമാണ്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് അങ്ങോട്ടേക്ക് എത്തിപ്പെടാൻ എക്സൈസിന് കഴിയില്ല എന്നൊരു വിശ്വാസത്തിലായിരുന്നു ഇയാൾ എണ്ണൂരിൽ വാടക വീടെടുത്ത് താമസം തുടങ്ങിയത്. ചെന്നൈയിൽ 3 ദിവസമായി എക്സൈസ് സംഘം ചെന്നൈയിൽ താമസിച്ച് ഇയാളെ നിരീക്ഷിക്കുകയായിരുന്നു. ആദ്യത്തെ ദിവസങ്ങളിലൊന്നും ഈ പ്രതി താമസിച്ചിരുന്ന വീട് കണ്ടെത്താൻ പോലീസിന് കഴിഞ്ഞില്ല. പിന്നീട് പ്രദേശവാസികളുടെ സഹായത്തോടു കൂടിയാണ് ഈ സുൽത്താൻ അക്ബർ അലിയെ ഇന്നലെ എക്സൈസ് സംഘം പിടികൂടുന്നത്. ഇയാൾ ആ സമയത്ത് തായ്ലൻഡിലേക്ക് രക്ഷപ്പെടാനുള്ള ശ്രമത്തിലായിരുന്നു. ഇയാൾക്ക് ചെന്നൈയിൽ മൊബൈൽ ഷോപ്പും ഇലക്ട്രോണിക് കടയും ഉള്ളതായി എക്സൈസ് പറയുന്നുണ്ട്. ഇതിന്റെ പാർട്സുകളൊക്കെ വാങ്ങാനായി മലേഷ്യ, തായ്ലൻഡ് പോലുള്ള സ്ഥലങ്ങളിലേക്ക് ഇയാൾ പോകും. ആ പാർട്സുകൾ കൊണ്ടുവരുന്നതിനൊപ്പമാണ് ഇയാൾ ഹൈബ്രിഡ് കഞ്ചാവും കൊണ്ടുവന്നത്. ഇയാളുടെ ഫോണിൽ നിന്നും ഹൈബ്രിഡ് കഞ്ചാവിന്റെ ചിത്രങ്ങളും ആവശ്യക്കാരോട് ഹൈബ്രിഡ് കഞ്ചാവ് വേണോ എന്ന് ചോദിക്കുന്ന ചാറ്റുകളും ഒക്കെ എക്സൈസ് സംഘം പിടിച്ചെടുത്തിട്ടുണ്ട്. എന്തായാലും കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇയാളാണ് ഹൈബ്രിഡ് കഞ്ചാവ് വിദേശത്ത് നിന്നും എത്തിച്ച് തസ്ലീമയ്ക്ക് വിൽപ്പനയ്ക്കായി കൊടുക്കുന്നതെന്നുള്ള കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് സുൽത്താൻ അക്ബർ അലിയെ എക്സൈസ് സംഘം അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ശരി നിഷ, ആലപ്പുഴയിൽ 2 കോടിയുടെ ഹൈബ്രിഡ് കഞ്ചാവ് പിടിച്ച കേസിൽ അറസ്റ്റിലായ സുൽത്താൻ അക്ബർ അലിയെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും. നേരത്തെ കഞ്ചാവുമായി പിടിയിലായ തസ്ലീമ സുൽത്താനയുടെ ഭർത്താവാണ് സുൽത്താൻ അക്ബർ അലി. വിവരങ്ങൾ നൽകുകയായിരുന്നു ആലപ്പുഴയിൽ നിന്നും നിഷ ദിലീപ്.